ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ 75 കിലോ ഉള്ള ഒരു മീനാണ് ഈ കിടക്കണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഭവം സത്യമുണ്ട്. 75 കിലോയ്ക്ക് മേലെ തൂക്കുള്ള ഒരു മീനാണ് അത് നമ്മുടെ ചാക്കുച്ചേട്ടൻ വെട്ടണേ. ഇന്ന് രാവിലെ ഈ മീനെ ഇങ്ങനെ കിടത്തിയേക്കണ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓലക്കുടിയനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഓലക്കുടിയനല്ലാന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കും. ഞാൻ ഈ പറഞ്ഞത് സത്യമുണ്ട്. ഇത് ഓലക്കുടിയനെ അല്ല. ഓലക്കുടി എന്ന് പറയുമ്പോൾ സെയിൽ ഫിഷ് ആ മീനല്ലട്ടത്. അതായത് ഇതൊരു കട്ടക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു മീനാണ്. കടൽ മീൻ തന്നെയാണ്. ഓലക്കുടിൻ്റെയൊക്കെ ഏകദേശം സാമ്യമുള്ള ഒരു മീനൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് കട്ടക്കൊമ്പനാണ്. ഇതിൻ്റെ എൻ്റെ ബോഡിയുടെ ടൈപ്പ് ഷേപ്പിലും മൊത്തം ഇതിൻ്റെ ചിറകിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഭയങ്കര ഡിഫറൻസ് ഉള്ള ഒരു മീനാണ്. അപ്പോൾ നമുക്കിന്നൊരു അത്യാവശ്യം വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതായത് 10,000 പീസിൻ്റെ ഓർഡറാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഇറക്കിയേക്കുന്ന മീനാണ് ഈ കട്ടക്കൊമ്പൻ എന്ന് പറഞ്ഞില്ല. അത് കൂടാണ്ട് തന്നെ വേറെ 2 ഓലക്കുടിയന്മാരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ ഇത് 75 കിലോ ഉള്ള ഒരു മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് മാറ്റുന്നതിനൊക്കെ കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന പോലെ വെട്ടി 2ആക്കിയതിന് ശേഷം ആൾക്കാർ പിടിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്ത് കേട്ടോ. അല്ലാതെ പൊക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ചാക്കുച്ചനെ കൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതിനെ വെട്ടണ ചെയ്ത് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിനെ പൊക്കിക്കൊണ്ട് നമ്മളുടെ വണ്ടിയിലും കാര്യങ്ങളൊക്കെ കയറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2ആക്കിയിട്ടുണ്ട് ഈ മീനെ. അതായത് 75 കിലോത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലും പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ ഒരു ചാക്ക് താഴെ ഇട്ടിട്ട് ചാക്കിൽ 2 പേര് ചേർന്ന് പിടിച്ചിട്ട് അതിനെ സൗകര്യമായിട്ട് പൊക്കിക്കൊണ്ട് പോകാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിനെ പൊക്കിയെടുത്തിട്ട് നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റാൻ പോണത്. എത്ര കിലോ? 75 കിലോ. 2 കഷ്ണാക്കിയല്ലേ. പിന്നെ ഇന്ന് പറഞ്ഞാൽ ഇന്ന് അത്യാവശ്യം നാടൻ മീനൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസം ഉണ്ടാകും. അതായത് രാവിലെ സമയത്ത് അത്യാവശ്യം നാടൻ മീനുകൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറേ നാൾക്ക് ശേഷമാണ് ഈ കാണുന്ന പോലത്തെ വലിയ തീരത്തേക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 5-6 തീരത്തേക്ക് നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നാടൻ തീരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നേരെ നമ്മുടെ പാഞ്ചാപം കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വലിയ പറമ്പിലുള്ള കടയിലിട്ട് വിൽക്കാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പാലാത്താൻ അല്ലെങ്കിൽ പാലാൻ എന്നറിയപ്പെടുന്ന ഒരു മീനാണിത്. അപ്പോൾ പാഞ്ചാപ്പനോട് ചോദിച്ചു നോക്കാം ഇതിൻ്റെ പ്രത്യേകത എന്താണ്. പാഞ്ചാപ്പ പാലാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കളിയാക്കി പറഞ്ഞേ പാലേറി കൊണ്ടോ കൊണ്ടോ കവറിലാക്കണ്ടേ. ഇത് ചെറിയ ശ്രദ്ധിച്ചു കഴിച്ചാൽ മതി. പാഞ്ചാപ്പം കൊണ്ടേ പാൽക്കറി വെക്കാനാണോ അല്ലെ കടയിൽ കൊടുക്കാനോ? ഇത് ഇതിന്റെ ടീമുണ്ട്. ഇത് എനിക്ക് ചോദിച്ച് കൊണ്ടുവന്ന ആൾക്കാർ. കാരണം എന്താ വെച്ചാൽ മുള്ളുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ചു കഴിച്ചു. പക്ഷെ നല്ല നെയ്യാണ്, ടേസ്റ്റാണ് സംഭവം. പാലാൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നാടൻ മീനുകളും ചെമ്മീനും ഞണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസം ഉണ്ട് ഇന്നത്തെ. അപ്പോൾ ഈ കാണുന്ന പോലെ ഓരോ ചേട്ടന്മാർ സഞ്ചിയിലും ചാക്കിലും ബക്കറ്റുകളിലൊക്കെ ആക്കിയിട്ടാണ് ഇന്ന് നമ്മുടെ കടയിലോട്ട് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ്റെ സഞ്ചിയിൽ നമുക്ക് എന്താണെന്ന് നോക്കി നോക്കട്ടെ. നോക്കി നല്ല ഉഗ്രൻ നല്ല ഒന്നാന്തരം നാരൻ ചെമ്മീനാണ് അതിൽ. അതായത് ഒരു തരി ഐസ് പോലും ഇതുവരെ വീഴാത്ത നല്ല ഒന്നാന്തരം നാരൻ ചെമ്മീൻ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ചെമ്മീൻ നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോട്ടെ. ഈ ഒരു ടൈപ്പ് ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ് ഇടാതെ കിള്ളാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ തൊണ്ട് പീൽ ചെയ്ത് കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഭയങ്കര ഫ്രഷാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ട് പൊളിക്കണ സമയത്ത് ആ തൊണ്ടിൻ്റെ ഒപ്പം തന്നെ മാംസം കൂടി പോരും, വിട്ടു പോരത്തില്ല അതിന് മാംസത്തിൽ നിന്നും തൊണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഫ്രഷ് ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഐസ് ഇട്ട് വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ തൊണ്ട് ഉരിച്ച് കളയാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുവന്ന ചെമ്മീൻ നമ്മൾ ഈ കാണുന്ന പോലെയാണ് തൂക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് റീറ്റെയിൽ കസ്റ്റമേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കൂടുതലായിട്ടും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ആ ചെമ്മീൻ കൊടുത്തായിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ചെമ്മീൻ നമ്മളിന്ന് വിറ്റ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 360 രൂപയ്ക്കാണ്. നല്ല ഒന്നാന്തരം നാരൻ ചെമ്മീൻ കണ്ടില്ല. അതിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് നോക്കി എന്ത് രസമാണ് നോക്കി. അതിൻ്റെ കളർ തന്നെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല കളറായിരിക്കും നാരൻ ചെമ്മീൻ. അപ്പോൾ നല്ല അതായത് വനാമി ചെമ്മീൻ്റെ കളർ എന്ന് പറയുകയാണെങ്കിൽ ഗ്രേ കളറായിരിക്കും. അതായത് ഗ്രേ ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നാരൻ ചെമ്മീൻ്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ കാണുന്ന പോലെ നല്ല യെല്ലോ കളറായിരിക്കും. ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത ഉണ്ട് ഇത്രയും കളർ കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ തൂക്കി നോക്കിയതിന് ശേഷം ആ ചേട്ടന് വില ഇട്ട് കൊടുത്ത് ആ ചേട്ടന് പൈസ കൊടുത്ത് വിട്ടതിന് ശേഷമായിരിക്കും നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ തട്ടിലേക്ക് ഈ ചെമ്മീൻ കൊണ്ട് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിൽ വെക്കുമ്പോൾ എല്ലാ ചെമ്മീനും ഒരുമിച്ച് വെക്കാറില്ല. ഈ കണ്ട പോലെ ഏകദേശം 1 കിലോയോ 1.5 കിലോ ഒക്കെ വരുന്ന കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ തട്ടിൽ സാമ്പിൾ പോലെ വെക്കാറുള്ളൂ. ബാക്കി എല്ലാ ചെമ്മീനും നമ്മൾ ഈ കാണുന്ന പോലെ വലിയ കൊട്ടകളാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് പതിവ്. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങ മീൻ കൂടാതെ ഈ കാണുന്ന പോലത്തെ നല്ല ടൈഗർ പ്രോൺസ്, അതായത് കാരച്ചെമ്മീൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പമുള്ള ചെമ്മീനാണ് ഈ കണ്ട ടൈഗർ പ്രോൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് 1 കിലോയിൽ ഒരു 20 എണ്ണം 15 എണ്ണം ഒക്കെ വരുന്ന സൈസ് ചെമ്മീൻ നമ്മുടെ കടയിൽ ഇന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് നമ്മൾ 650 രൂപയ്ക്കാണ് വിൽക്കുന്നത്. പിന്നെ നേരത്തെ കണ്ടത് കട്ടക്കൊമ്പനാണെങ്കിൽ ഇപ്പോൾ എടുത്തിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് വെക്കുന്ന ആ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലക്കുടിയും തന്നെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് 3 വലിയ മീനാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ കട്ടക്കൊമ്പനും, അതായത് 75 കിലോത്തിൻ്റെ ഒരു കട്ടക്കൊമ്പനും, 2 ചെറിയ ഓലക്കുടി. അതായത് ചെറുതെന്നും പറയാൻ പറ്റില്ല, എന്തായാലും അതിനൊരു 10-30 കിലോ എന്തായാലും ഓരോന്നിനും വലുപ്പമുണ്ടായിരുന്നു. പിന്നെ ഇത് കുറേ നാളുകൾക്ക് ശേഷം നമുക്കൊരു വലിയൊരു വഴുതന കിട്ടിയിട്ടാണ്. നോക്കി 200 തൂക്കുള്ള ഈ ഒരു വഴുത നമ്മളൊന്ന് വിറ്റുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 540 രൂപയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ഇടയായിട്ട് നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു നാടൻ മീനാണ് വഴുത. അല്ലെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ ഇതിനെ വേറൊരു പേര് കട്ട്ള എന്നൊക്കെ പറയാറുണ്ട്. എറണാകുളം പോകാതെ ഞാൻ പലരും കട്ട്ള എന്ന് ഈ മീനെ വിളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ പറയാറുള്ള പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഓരോ മീനും ഓരോ സ്ഥലങ്ങളിലും ഓരോ ജില്ലകളിലും ഓരോരോ പേരുണ്ട്. അത് ഈ മീൻ മാത്രമല്ല, പല മീനും എല്ലാ മീനുകളും ഓൾമോസ്റ്റ് എല്ലാ മീനുകൾക്കും ഓരോ സ്ഥലത്തും അതിൻ്റേതായ പേരുകൾ ഓരോ സ്ഥലത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വഴുത അപ്പം തന്നെ നമ്മൾ ഇന്ന് വിറ്റ് പോയായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മീൻ വരുന്നത് കണ്ടുപിടിച്ച ചേട്ടൻ, നമ്മുടെ ഒരു കസ്റ്റമർ, ആ മീൻ അപ്പം തന്നെ കൈയോടെ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നുട്ടാ. പിന്നെ നമുക്ക് ഇന്ന് ഹോൾസെയിലായിട്ട് കുറച്ച് കാളാഞ്ചി കൊടുക്കാനായിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന മീൻ ലൈവായിട്ട് തന്നെയുണ്ട് നമ്മുടെ ഒരു കസ്റ്റമർ എന്ന് പറയുമ്പോൾ കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടന് നമ്മൾ ലൈവായിട്ട് തന്നെ ഉണ്ട് ഈ കാളാഞ്ചി പിടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 കിലോളം നമ്മളിന്ന് ഈ ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ കടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോയ മീൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാളാഞ്ചി തന്നെയാണ്. പിന്നെ ഈ കാണുന്ന പോലത്തെ ചെറുമീനുകൾക്ക് അത്യാവശ്യം രാവിലെ സമയത്ത് അത്യാവശ്യം ചെറുമീനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതും നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിൻ്റെ ആ ഒരു കാലാവസ്ഥയ്ക്ക് ഭയങ്കര ചൂടാണല്ലോ, അതുകൊണ്ട് പിടുത്തക്കാരൊക്കെ പോകുന്നത് കുറവാണ്. അപ്പോൾ എന്നിരുന്നാലും രാത്രി പോകുന്ന പണിക്കാരൊക്കെ രാവിലെ നമുക്ക് മീൻ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പകൽ പണിക്ക് പോകുന്നവരുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. അതായത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ പുറത്തോട്ടൊന്ന് നമുക്ക് വീടിൻ്റെ പുറത്തേക്ക് തന്നെ ഒന്ന് ഇറങ്ങാൻ തന്നെ നമുക്ക് പേടിയാവുന്നൊരു സമയമാണത് ചൂടുകൊണ്ട്. അപ്പോൾ എന്തായാലും ഈ നട്ടപ്പുറ വെയിലത്ത് പുഴയുടെ നടുക്കൊക്കെ പോയി പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂര്യാഘാതവും മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ ആൾക്കാർ പണിക്ക് പോകുന്നില്ല. എന്നിരുന്നാലും ഇന്നത്തെ ഒരു ദിവസം അത്യാവശ്യം നാടൻ മീനുകളും ചെറുമീനുകളൊക്കെ ഈ കാണുന്ന പോലെ കരിമീനും അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ രാവിലെ സമയത്ത് അവൈലബിൾ ആയിരുന്നുണ്ടോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ നല്ലോണം ആയി തുടങ്ങിയതിന് ശേഷം പിന്നെ മീനും വരൽ പിന്നെയും കുറഞ്ഞാണ് സാധാരണ പറയാറുള്ള പോലെ. പക്ഷേ രാത്രി പിടുത്തുകാർക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കുറച്ചധികം ചെമ്മീനും ചൂടൻ മീനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. രാവിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ വലിയ ചെമ്മീനൊക്കെ നമുക്ക് അത്യാവശ്യം വൈകിട്ട് വരെ വിൽക്കാനുള്ളതുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലക്കുടീനുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈപ്പ്, അതായത് നമ്മളിങ്ങനെ ഫ്രഷ് മാത്രം മുറിച്ച് വിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വിറ്റത് 400 രൂപക്കാണ്. അപ്പോൾ ഇപ്പം ഈ ഒരു സമയം ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി മീൻ വിലക്കുറവാണ്, വില കൂടുതലാണ്. സാധാരണഗതിയിൽ 340 ഓലക്കുടിക്ക് വരാറുള്ളത്. അപ്പോൾ നമുക്കൊരു ഉച്ച സമയപ്പോൾ പിന്നെ കുറച്ച് മത്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലോണം ഐസ് പാക്ക് ചെയ്ത രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. നാടൻ മത്തിയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഐസില്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച്.